നമ്മുടെ ശരീരത്തിൽ പൊള്ളലേറ്റാൽ മുറിവേറ്റാലൊക്കെ വേദന അനുഭവപ്പെടുന്നത് തലച്ചോറ് കൊണ്ടാണെങ്കിലും ആ വേദനയുടെ സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. മെഡിക്കൽ സയൻസിൽ ഇതിനെ നോസിസെപ്റ്റേഴ്സ് അഥവാ പെയിൻ റിസപ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. ഇതുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ പാളികളായിട്ടുള്ള എപ്പിഡെർമിസിലും അതുപോലെ ഡെർമിസിലും ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പൊള്ളലേറ്റാൽ ഒരു ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ബേൺ ആണെങ്കിൽ നല്ല വേദന ഉണ്ടാവും. പക്ഷേ പൊള്ളൽ ഗുരുതരമായിട്ട് ഒരു തേർഡ് ഡിഗ്രി ബേണിലേക്ക് എത്തുമ്പോൾ തീ നമ്മുടെ സ്കിന്നിൽ തുളച്ച് കയറിയിട്ട് അതിലുള്ള ഈ പെയിൻ റിസെപ്റ്റേഴ്സിനെയും അതുപോലെ നെർവ്സിനെയും ഒക്കെ പൂർണ്ണമായിട്ട് കരിച്ച് കളയും. അതോടെ ആ ഭാഗത്തെ ന്യൂറോളജിക്കൽ പാത്ത് വേ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടെ ബ്ലോക്ക് ആകുന്നതോടെ പിന്നെ എത്ര തീ വെച്ചാലും ആ മനുഷ്യന് തീരെ വേദന അറിയില്ല എന്നുള്ളതാണ്. പിന്നെ വേദന അറിയണമെങ്കിൽ വീണ്ടും ആ സ്കിന്ന് റീജനറേറ്റ് ചെയ്യപ്പെടണം. ഈ ഒരു സംഭവം ഹ്യൂമൻ അനാറ്റമിയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ഫാക്റ്റാണ്. ഈ ഒരു മെഡിക്കൽ റിയാലിറ്റി മോഡേൺ സയൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അതായത് 7-ാം നൂറ്റാണ്ടിൽ ഇറക്കപ്പെട്ട ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 56-ാമത്തെ വചനത്തിൽ നരകശിക്ഷയെക്കുറിച്ച് പടച്ചോൻ പറയുന്നത് ഇങ്ങനെയാണ്: കുല്ലമാ നദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവരുടെ ആ സ്കിന്ന് വെന്തുരുകുമ്പോഴെല്ലാം അവർക്ക് ആ ഒരു നരകശിക്ഷ കൃത്യമായിട്ട് രുചിച്ചറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പുതിയ സ്കിന്ന് പടച്ചോൻ നൽകും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു വേദന സ്ഥിരമായിട്ട് നൽകാൻ തലച്ചോറോ ഹൃദയമോ മാറ്റമോ എന്നല്ല പടച്ചോൻ പറയുന്നത്, മറിച്ച് ആ ഒരു സ്കിന്ന് കരിഞ്ഞു പോയാൽ വേദന അറിയാനുള്ള ശേഷി തന്നെ ഇല്ലാതാവും എന്നുള്ള ആ ഒരു അനറ്റോമിക്കൽ ഇൻസൈറ്റ് കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചർമ്മം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് ഖുർആൻ അവിടെ വ്യക്തമാക്കുന്നത്. ഖുർആൻ ഇറങ്ങിയ ആ ഒരു കാലത്ത് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ ഒരു കൃത്യത ഒരു കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു എംപിരിക്കൽ എവിഡൻസിന് മുന്നിൽ ഖുർആൻ എത്രത്തോളം കൃത്യമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്.